ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു 2 പിടിയോളം തൂവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ചുരങ്ങയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവോള കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ചേർക്കാനാണെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചെറിയ ഒരു കഷ്ണം ചുരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, കാരണം ചുരങ്ങ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് കൂട്ടണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. വെള്ളം അധികം ആയിക്കഴിഞ്ഞാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്തങ്ങ് ഉടഞ്ഞ് കുഴയരുത്, എന്നാൽ വേവും വേണം. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ടോ. പരിപ്പ് കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം വേവിച്ചെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. ഉടയാതെ നോക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം അധികം കൂടരുത്, അത്രയും. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക കേട്ടോ. അന്നേരം ഒരു ഓവർ പുളി ആവരുത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു മാങ്ങ ചേർക്കണം എന്നില്ല. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. കറിക്ക് അത്യാവശ്യം പുളി വേണം, എന്നാൽ കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല, തീരെ പുളി ഇല്ലാതിരിക്കാനും പാടില്ല കേട്ടോ. തീരെ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് മാങ്ങയുടെ അളവ് കൂട്ടാം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്താണ് ചേർക്കുന്നത്, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ അധികം കട്ടിയുള്ള തൊലിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ഈ തൊലിയോട് കൂടി ചേർക്കുമ്പോൾ മാങ്ങ അധികം ഉടഞ്ഞു പോകില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നമുക്ക് തൊലി ചേർത്ത് കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് നമ്മുടെ മാങ്ങ വെന്ത് വരുന്ന സമയത്ത് നല്ല ഒരു പിടി തേങ്ങ എടുക്കാം. ഞാൻ പീസസാക്കി കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു പിടി. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടിയുടെ അളവ് ബാലൻസ് ചെയ്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. 2-3 ചെറിയുള്ളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്തൊന്നും ഇട്ട് കൊടുക്കണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. 3-4 ചെറിയുള്ളിയാണ് കേട്ടോ. ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഫൈനായിട്ട് അരച്ചെടുക്കുക. സാമ്പാർ പരിപ്പ് കൊണ്ടും പച്ചമാങ്ങ കൊണ്ടുള്ളൊക്കെ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കൊരു ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്, അത് ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്ന് കറക്കി പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ച് തന്നെ അരച്ചോളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഉടയരുത്, ചുരങ്ങയും മാങ്ങയും ഒന്നും ഉടഞ്ഞു പോരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും. അരപ്പതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറ് തന്നെ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നന്നായിട്ട് തിളക്കട്ടെ. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം പരിപ്പായതുകൊണ്ട് തന്നെ തേങ്ങയും ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. ഓവറായിട്ട് അങ്ങ് വെള്ളം പോലെ ആക്കരുത്, എന്നാൽ ഓവറായിട്ട് തിക്കാക്കിയും വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ പച്ചമാങ്ങ സീസൺ ആണല്ലോ. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. കാണാത്തവർ കണ്ട് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കുക, അത്രയും മതി. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ്, റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിള വരുന്നുണ്ട്, ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതിനകത്തേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾ തിക്കാക്കിയും വെക്കരുത്, ഒരുപാടങ്ങ് ലൂസാക്കിയും വെക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിലാവുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ അത് കറക്റ്റ് പരുവായിരിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. ഞാൻ കടുകിട്ടിട്ടുണ്ട്, വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളി. നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരണം. ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ച് ചേർത്താൽ നമ്മുടെ കറിക്കൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാനൊന്ന് ഇളക്കി കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി എടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഇതാണ് കണ്ടോ, കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഏതെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പം വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.